ഹായ്, നമുക്ക് വീട്ടിൽ തന്നെ ഒരു റോസ് വാട്ടർ ടോണർ ഉണ്ടാക്കിയാലോ? ഇത് എൻ്റെ വീട്ടിലുള്ള റോസാപ്പൂവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അതിനാകുമ്പോൾ വേറെ എരിവ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ താഴെ റോസ് പെറ്റലും വാട്ടറും ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അരിപ്പയുടെ തട്ടും, അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ബൗളാണ്. ഗ്ലാസ് ബൗളിലോട്ടാണ് ഞാൻ ടോണർ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അടപ്പ് തിരിച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഐസ്, ഞാൻ 2 ബൗളിൽ ഐസ് ഫ്രീസ് ചെയ്തിട്ടാണ് ഇതുപോലെ ആഡ് ചെയ്യുന്നത്. സ്റ്റൗ ഓണാക്കി ആവി വരുമ്പോഴാണ് ഈ ഐസ് ആഡ് ചെയ്യുന്നത്. ഐസ് ഇതുപോലെ തന്നെ ഉരുകി വരും. താഴെ നമുക്ക് ടോണർ ചൂടായിട്ട് വരുന്ന നീരാവി ഈ ഐസ് വരുമ്പോൾ അത് വെള്ളമായിട്ട് താഴത്തോട്ട് വീഴും. ഇതാണ് നമ്മുടെ ടോണർ വരുന്നത്. ഇതുപോലെയാണ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടോണർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം അത് മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിലാകുമ്പോൾ കുറച്ചും കൂടി കൂളിംഗ് ഉണ്ടായിരിക്കുന്നു മാത്രം. ഇത്രയും ടോണറാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലാണ് ടോണർ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്തിട്ട് നല്ല റിഫ്രഷിംഗ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബെറ്റർ ടിപ്സായിട്ട് നെക്സ്റ്റ് ഡേ വരാം. ഓക്കെ, ബൈ.